ഹായ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇടാൻ പോകുന്നത് ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഇന്ന് ഞാൻ പുറത്തേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു വ്ളോഗ് എടുക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇതെൻ്റെ തേർഡ് വ്ളോഗായിരിക്കും, എൻ്റെ ചാനലിലെ തേർഡ് വീഡിയോ ആയിരിക്കും. ഇതിന് മുന്നേ ചെയ്ത 2 വീഡിയോസും ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ്. അപ്പോൾ ഞാൻ മുമ്പ് ഈ ചാനൽ 9ാം ക്ലാസ്സിലാണ് ശരിക്കും ക്രിയേറ്റ് ചെയ്തത്. പക്ഷേ ഞാൻ ഓർഗനൈസ്ഡായിട്ട് വീഡിയോ ഒന്നും ഇടാറുണ്ടായില്ല. പിന്നെ 1-2 ഷോർട്സ് ഇട്ടത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആ പഴയ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തിട്ട് ഇനി മുതൽ ഇടാൻ പോകുന്ന വീഡിയോസ് കുറച്ച് ഓർഗനൈസ്ഡായിട്ട്. ഞാൻ പണ്ടൊക്കെ വീഡിയോസ് എടുക്കുക പറയുമ്പോൾ ഫുൾ ആയിട്ട് ഞാൻ എടുക്കില്ലായിരുന്നു. അപ്പോൾ ഞാൻ കട്ടായിട്ട് എന്തോ ഒരു പണി കാണിച്ചിട്ട് അത്രേ ഉള്ളൂ. അങ്ങനെയായിരുന്നു. അപ്പോൾ ഇനി മുതൽ വ്ളോഗ് എടുക്കുമ്പോൾ അത് കൃത്യമായിട്ട് ഓർഗനൈസ്ഡ് ആയിട്ട് ഇടുക എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ മുതൽ റെഗുലറായിട്ട് ഇടുക എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതെൻ്റെ തേർഡ് വീഡിയോ ആയിരിക്കും. അതേപോലെ കറക്റ്റ് ടൈം ഇടുകയാണെങ്കിൽ ഞാൻ വേറെയും വ്ളോഗ് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് 3ാമത്തെ ഇടാമെന്നാണ് ഞാൻ പ്ലാൻ ഇട്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ തേർഡ് വീഡിയോ ആയിരിക്കും. അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഞാനിന്ന് ഈ ഒരു വൈറ്റ് ഫ്രോക്ക് ഇടാമെന്നാണ് വിചാരിക്കുന്നത്. ഇത് പ്ലെയിൻ വൈറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ പ്ലാൻ ഇടാൻ. ചിലപ്പോൾ മാറിയെന്ന് വരും. ഇപ്പോൾ ഇന്ന് ഇത് ഇട്ട് നോക്കാം. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ വേറൊരു ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്, അതിടും. അപ്പോൾ ഇനി ഇട്ടിട്ട് വരാം. അപ്പം ഞങ്ങൾക്ക് കുറേ കടകളിലേക്ക് പോകാനുണ്ടായിരുന്നു. അപ്പോൾ കുറേ കടകളിൽ കയറിയപ്പോൾ ഞാൻ ഒരു സ്ഥലത്ത് മാത്രമേ വീഡിയോ എടുത്തിട്ടുള്ളൂ. അതൊരു ആയുർവേദ കടയാണ്, മരുന്നുകളൊക്കെ കിട്ടുന്നത്. കൂടാതെ ഇങ്ങനെ പൂജാ സാധനങ്ങളും കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ക്ലിപ്പ് എടുത്തു. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി ലഞ്ച് ടൈം ആയപ്പോൾ ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചു. അപ്പോൾ അമ്മ മസാല ദോശയാണ് കഴിച്ചത്, ഞാൻ ചപ്പാത്തി. ഇന്നത്തെ ദിവസം ഒന്നും പഠിച്ചിട്ടുണ്ടായില്ല. ഓൾറെഡി എക്സാംസ് അടുത്താവാറായി. അപ്പോൾ ഫെബ്രുവരിയിൽ മോഡൽ എക്സാമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനൊക്കെ ഉണ്ട്. അപ്പോൾ സാധാരണ ഞാൻ പുറത്ത് പോകുമ്പോൾ ഒന്നും അന്നത്തെ ദിവസം പഠിക്കില്ല എന്നല്ല, പിന്നെ രാത്രി പഠിക്കുള്ളൂ. രാവിലെ പഠിക്കില്ല, ഉച്ചയ്ക്കൊന്നും പഠിക്കില്ല. അപ്പോൾ എന്നിട്ട് വീട്ടിൽ ചെന്നിട്ടാണ് ഇനി പഠിക്കാൻ. ഞാൻ തിരിച്ച് വീട്ടിലേക്ക് എത്തിയപ്പോൾ ഞാൻ പുറത്തുനിന്നാണ് ഫുഡ് കഴിച്ചത്. അപ്പോൾ ഇപ്പോൾ 1 മണി ആകുന്നു. ഇപ്പോൾ 1 മണിയാണ് തോന്നുന്നു. അതെ, ഇപ്പോൾ 1 മണിയാണ്. അപ്പോൾ വേറെ പണിയൊന്നുമില്ല. പ്രത്യേകിച്ച് ഇനി രാവിലെ തന്നെ കുളി കഴിഞ്ഞു, ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ഇപ്പോൾ ഡ്രസ്സ് മാറിയിട്ട് കൈയും കാലും പോകാൻ കഴിക്കിയിട്ട് പഠിക്കാതിരിക്കാൻ വെച്ചിട്ടാണ്. ഒരു 3:30 വരെയൊക്കെ പഠിക്കുക. അത് കഴിഞ്ഞാൽ വീണ്ടും ഒന്ന് ബ്രേക്ക് എടുക്കുക. പിന്നെ രാത്രി വീണ്ടും പഠിക്കാൻ തുടങ്ങും. അപ്പോൾ വേറെ പ്രത്യേകിച്ച് ഇടയിൽ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ നീ പഠിക്കാതിരിക്കലാണ്. അപ്പോൾ ഞാനിന്ന് മാത്സ് പഠിക്കാമെന്നാണ് വിചാരിക്കുന്നത്.
ഞാൻ വീഡിയോ കണ്ടിട്ടാണ് പഠിക്കുന്നതെങ്കിലും പക്ഷേ ആ വീഡിയോയൊന്നും ക്ലിയർ ആയിട്ടല്ല പറയുന്നുണ്ടായിരുന്നു, ഒന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ശരിക്കും പഠിക്കൽ രാത്രിയിലേക്ക് വെച്ചു. ഇപ്പോൾ ഓൾറെഡി 4 മണി ആവാറായി. അപ്പോൾ ഞാൻ ഒരു കുട്ടി അൺബോക്സിങ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ മുന്നേ വാങ്ങിയ സാധനങ്ങളാണ്, പക്ഷേ ഇപ്പോഴാണ് അൺബോക്സ് ചെയ്യണത്. അപ്പോൾ വീഡിയോ എടുക്കണമെന്ന് ഞാൻ അൺബോക്സ് ചെയ്യാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ അൺബോക്സിങ്ങിൻ്റെ വീഡിയോ എടുത്തതിൻ്റെ ശേഷം ഞാൻ കുറച്ച് നേരം ഫോൺ നോക്കിയിരുന്നു, കിടക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഒരു 5:30 5:45 താഴെ ഇറങ്ങിയിട്ട് ഞാൻ പച്ചക്കറിയൊക്കെ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചു. പിന്നെ ഇങ്ങനെ മല്ലിയില, പുതിനയില, കറിവേപ്പില അതൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ട് ബോക്സിലാക്കി ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോൾ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ഹോട്ടലിൽ നിന്ന് ചപ്പാത്തിയും പിന്നെ ഗോബി മഞ്ചൂരിയൻ ഗ്രേവിയാണ് കഴിച്ചത്. അപ്പോൾ കറി കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് വീട്ടിൽ പാർസൽ ചെയ്ത് കൊണ്ടുവന്നു. പിന്നെ ഞാൻ വിചാരിച്ചു വൈകുന്നേരം ബ്രെഡിൻ്റെ കൂടെ കഴിക്കാമെന്ന്. പക്ഷേ ബ്രെഡിലാണെങ്കിൽ കുറേ ഉറുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ടോസ്റ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ കുറേയൊന്നും കിട്ടിയില്ല. 4 ബ്രെഡ് ഉണ്ടായിരുന്നു, അതിൽ 2 എണ്ണം ഫുൾ ഉറുമ്പുകളായിരുന്നു. അപ്പോൾ ഞാൻ ബാക്കിയുള്ള 2 എണ്ണം മാത്രമേ എനിക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ ഗോബി മഞ്ചൂരിയൻ ഞാൻ സെപ്പറേറ്റ് അതിലത്തെ കോളിഫ്ലവേഴ്സ് മാത്രം കൂട്ടി കഴിച്ചു. പിന്നെ ഞാൻ ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് അത് കഴിച്ചു. പിന്നെ പാലും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് നേരം അമ്മടുത്ത് സംസാരിച്ചിരുന്നു. അതിന് ശേഷം ഞാൻ മുകളിലേക്ക് കയറി പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീണ്ടും ഞാൻ പറഞ്ഞല്ലോ, രാവിലെ അല്ല ഉച്ചയ്ക്ക് പഠിച്ച മാത്സ് ജസ്റ്റ് ക്ലിയർ ആയി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ശരിക്കും പഠിച്ചു. ശരിക്കും ഉച്ചയ്ക്ക് കണ്ട വീഡിയോ വീണ്ടും കണ്ടിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. അതിലൊട്ടും അതെന്തോ ഒരു റിവിഷൻ ക്ലാസ് പോലെ ആയിരുന്നു. അതുകൊണ്ട് അവർ കുറേ ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്തൊന്നും മനസ്സിലാവണ്ടായി, ക്ലിയർ ആയിട്ട് പറയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ യൂട്യൂബിൽ കുറേ സെർച്ച് ചെയ്തിട്ട് വേറൊരു വീഡിയോ കണ്ടെത്തി. കുറേ നേരം സെർച്ച് ചെയ്യേണ്ടി വന്നു. എന്നിട്ട് അവസാനം ഒരെണ്ണം കിട്ടി. അപ്പോൾ അതിൽ കുറച്ചൊക്കെ വേറെ ക്വസ്റ്റ്യൻസും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും വീഡിയോ കാണുന്നതോടൊപ്പം നോട്ട്സ് ഉണ്ടാക്കി പഠിക്കുകയും ചെയ്തു. ഉച്ചയ്ക്ക് കണ്ടതിൽ ഞാൻ ശരിക്കും വെറുതെ നോട്ട് എഴുതണേ ഉണ്ടായിരുന്നുള്ളൂ. അവർ പറയുന്നതൊന്നും അത്ര ശ്രദ്ധിച്ചില്ല. പക്ഷേ വൈകുന്നേരം വേറെ ഞാൻ നോക്കുമ്പോൾ എനിക്ക് വേറെ വീഡിയോ എന്തായാലും നോക്കണം. അപ്പോൾ വേറെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഉള്ളതുകൊണ്ട് ഞാൻ വീണ്ടും വീഡിയോ കണ്ടുകൊണ്ട് പഠിക്കുകയും ചെയ്തു, നോട്ടും ക്രിയേറ്റ് ചെയ്തു. ശരിക്കും ഉച്ചയ്ക്ക് ആ ചാപ്റ്ററിൻ്റെ മുഴുവൻ നോട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിലൊന്നും ക്ലിയർ അല്ലാത്തതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് വീഡിയോ കാണുമ്പോൾ ആദ്യം മുതൽ വീണ്ടും ആ ചാപ്റ്ററിൽ നിന്ന് എഴുതി. ഞാൻ പിന്നെ കുറച്ച് പിസ്ത കഴിച്ചു. എനിക്ക് പിസ്ത അത്ര ഇഷ്ടമല്ല, പക്ഷേ ഇപ്രാവശ്യം വാങ്ങിയ പിസ്ത നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വീണ്ടും ഇപ്പോൾ ഈയിടെയായിട്ട് കഴിക്കുന്നുണ്ട്. ഇതിന് ശേഷം ഞാൻ വീണ്ടും കുറച്ചുകൂടി എഴുതാണ്ടായിരുന്നു. അപ്പോൾ അത് എഴുതിയതിന് ശേഷം ഞാൻ ഫുഡ് കഴിച്ചു രാത്രിയിലത്തെ. അപ്പോൾ രാത്രി ലെമൺ റൈസും പൊട്ടാറ്റോ ഫ്രൈയും ആയിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.